എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഉണ്ടംപൊരി ഉണ്ടല്ലോ, ബോണ്ട. അതാണ് വളരെ ടേസ്റ്റി ആയിട്ട്, ഒരുപക്ഷെ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഈ ഒരു ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പാളയംതോടൻ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ 100 ഗ്രാം അളവിൽ കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. ഈ പാനിക്ക് ചൂടൊന്നുമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടിച്ചെടുത്തതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ കുഴച്ചെടുക്കാൻ നേരത്ത് ശർക്കര പാനി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം. അതല്ല നല്ല കട്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. സാധാ വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പം ഇച്ചിരി കട്ടിയായിട്ട് തോന്നുകയാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ഒരു ഒട്ടുന്ന പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഒട്ടുന്ന പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കാൻ നേരത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടതിന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രീതിയിലാക്കി എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എത്ര സമയം കൂടുതൽ വെക്കുന്നു അത്ര അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലെ നമുക്ക് കിട്ടും. അപ്പം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ കുഴയ്ക്കൊന്നും വേണ്ട, എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം കൈ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കൈ ഒന്ന് നനച്ച ശേഷം നമുക്കിതുപോലെ ഓരോ ഉരുളകളായിട്ട് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം വേണം നമ്മുടെ ഈ ഒരു ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ചെറിയ ബോൾസ് ഇട്ടാൽ മതി, അപ്പോൾ അത് തന്നെ വീർത്ത് വന്നോളും. ഒരു 30 സെക്കൻഡ് സമയം നമ്മളിത് ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കരുത്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞൊക്കെ വന്ന് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് 2 സൈഡും നമുക്ക് നന്നായി തന്നെ നല്ലൊരു ബ്രൗൺ കളറിലാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അത്രയും എളുപ്പമാണ്, സമയം എളുപ്പമാണ്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറി ഒരു 6 മിനിറ്റ് സമയം എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റാണ്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊക്കെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക് യു.